ടീനയെ കെട്ടിപ്പിടിക്കുന്ന എൽസമ്മയെ കണ്ട് സന്തോഷിച്ച് സ്റ്റാൻലി. ഇനി പ്രേക്ഷകർ കാണാൻ കാത്തിരുന്നവളുടെ വരവാണ്. സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസമ്മയുടെ കടന്നുവരവാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ എൽസമ്മ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനവും കൗൺസിലിങ്ങും ഒക്കെ കഴിഞ്ഞ് പള്ളിമുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് കാണാനായിട്ട് കഴിയുക. ചെയ്യുന്നതും ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യവും. കൂടാതെ അവിടുത്തെ അച്ഛനാണെങ്കിൽ എൽസമ്മയോട് പറയുന്നുണ്ട്, നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നും നിൻ്റെ മനസ്സിൽ നല്ല പ്രവൃത്തി ഉണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറയുന്നത് കാണാൻ സാധിക്കും. അത് തിന്മയുള്ളവരുടെ കൂടി ആ മനസ്സിനെ, ആ സ്നേഹത്തെ നശിപ്പിച്ച് കളയരുത് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം തന്നെ അച്ഛൻ പറഞ്ഞ് നാവെടുക്കുകയല്ല, നമ്മുടെ റീത്ത അവിടെ എത്തുകയാണ് എന്ന് കാണാം. റീത്തയെ കണ്ടതും അച്ഛൻ എൽസമ്മയോട് പറയുന്നുണ്ട്, ഇവരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ എവിടെ നിന്നായിരിക്കും നിനക്ക് പണി തരിക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എൽസമ്മ പക്ഷേ അച്ഛൻ്റെ വാക്ക് കേൾക്കുന്നില്ല. നമ്മുടെ റീത്താമ്മ തൻ്റെ സഹോദരി ആയതുകൊണ്ട് തന്നെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തമ്മ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ എൽസമ്മയോട് പറയാണ്, എൻ്റെ പൊന്ന് എൽസമ്മേ, നീ ധ്യാനവും പരിപാടിയൊക്കെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഉത്തമം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർ നിൻ്റെ ഭർത്താവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് വന്നെത്തും എന്ന് പറയുന്നു. അതിനിപ്പോൾ എന്തുണ്ടായേ റീത്തെ എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടും നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. കാര്യങ്ങളുടെ എന്ത് ഗൗരവം മനസ്സിലായില്ലെന്ന്? എനിക്ക് മനസ്സിലാകേണ്ടതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു. സ്റ്റാൻലി അയാളുടെ പഴയ മകളെ കൂട്ടിക്കൊണ്ടുവന്നു. അയാളുടെ മകളല്ലേ, അതിന് തെറ്റ് പറയാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയം നീ തെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അയാൾ നിന്നെ ചതിക്കുകയായിരുന്നില്ല. അപ്പം വെറുതെയല്ല നിന്നെയും മക്കളെയും അയാൾ അകറ്റി നിർത്തിയത് എന്ന് പറയുന്നു. സത്യം പറയാലോ റീതാമേ, അയാൾ അകറ്റി നിർത്തിയതല്ലല്ലോ, ഞാനും എൻ്റെ മക്കളെയും നിങ്ങൾ അകറ്റി മാറ്റിയതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ റീത്ത പറയുന്നുണ്ട്, എന്താ എൽസമ്മേ നിനക്ക് ഒരു മനം മാറ്റം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. പഴയ ഒരു എൽസമ്മയായി, ശത്രുതയായി ഞാൻ മുന്നോട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ റീത്ത പറയാണ്, എൻ്റെ പൊന്നെൽസമ്മേ, നീ മര്യാദയ്ക്ക് നിൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ നിനക്കും നിൻ്റെ മക്കൾക്കും ഒരുപാട് അപമാനം സഹിക്കേണ്ടി വരും. അതായത് നിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും, ഭർത്താവ് വേറെ ഒരു മകളുണ്ട് എന്ന് നാട്ടുകാരുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുൻപിൽ പറയും. ഒടുവിൽ ആ സമൂഹം തന്നെ നിങ്ങളെ കളിയാക്കി ചിരിക്കും, നാണക്കേട് സഹിക്കേണ്ടി വരും എന്ന് പറയുന്നു. എൻ്റെ റീതാമേ, നിങ്ങൾ പറയുന്നത് ഒക്കെ ഞാൻ അനുസരിച്ചില്ലേ, ഇനി ഞാൻ സ്റ്റാലിനുമായിട്ട് യാതൊരു യുദ്ധത്തിനുമില്ല എന്ന് പറയുമ്പോൾ, എൽസമ്മേ ഞാൻ പറയുന്നത് നീ മര്യാദയ്ക്ക് കേട്ടോ, അല്ലെങ്കിൽ നിനക്ക് തന്നെയാണ് നഷ്ടം എന്ന് പറയുന്നത് കാണാൻ കഴിയും. നഷ്ടമോ? എന്ത് നഷ്ടം എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നോട് അതല്ലേ പറഞ്ഞത്, സ്വത്തുക്കളെല്ലാം അവർ കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്കും മക്കൾക്കും എന്താണ് നേട്ടം എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിലും മാസം ചിലവ് കാശായിട്ട് സ്റ്റാൻലി ഒരെമൗണ്ട് തരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അവളുടെ കൈകളിലേക്ക് എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ പണം തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൽസേ എന്ന് റീത്ത ചോദിക്കുന്നു. നേർവഴിക്ക് തിരിഞ്ഞ നമ്മുടെ എൽസമ്മയുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ കുത്തിത്തിരിപ്പും
മനംമാറ്റവും നമ്മുടെ റീത്ത നടത്തുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ റീത്ത വിചാരിച്ച കാര്യത്തിലേക്ക് തന്നെ എൽസമ്മ എത്തുകയാണ് എന്ന് കാണാൻ കഴിയും. അതായത് എൽസമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തു വേണമെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ ഭർത്താവുമായിട്ട് തീരുമാനിക്കണമെന്ന് പറയുന്നു. ഞാനല്ലേ ഇതുവരെയും നിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും എൽസമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതുവരെയും ഞാനും എൻ്റെ മക്കളും അനുസരിച്ചിട്ടുള്ളൂ, എതിർപ്പും പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴെങ്കിൽ എൽസമ്മ പറയുകയാണ്, അതായത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റീത്ത പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും, എങ്ങനെ കരകയറുമെന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ടാനിയ കൂടാതെ ടെസ, പിന്നെ നിൻ്റെ മകൻ, അവരെയൊക്കെ കൊണ്ട് നമുക്ക് കരകയറ്റണ്ടേ എന്ന് ചോദിക്കുന്നു. ടാനിയയുടെ വിവാഹപ്രായമൊക്കെ ഏതാണ്ട് ആയി വരികയാണ്, അതിനുള്ള സ്വത്തുക്കളൊക്കെ വേണ്ടേ എന്ന് പറയുന്നു. അങ്ങനെ നേർവഴിക്ക് വന്ന, ധ്യാനമൊക്കെ കൂടി മനസ്സ് മാറ്റി വന്ന നമ്മുടെ ഇവളെ എൽസമ്മയെ മനസ്സിൽ വിഷം കുത്തിവെച്ച് വീണ്ടും ഒരു പ്രതികാര ചിന്തയിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മുടെ റീത്ത. അതിനുശേഷം നമ്മുടെ എൽസമ്മ നേരെ സ്റ്റാലിൻ്റെ ബംഗ്ലാവിലേക്ക് പോവുകയാണ് എന്ന് കാണാം. അവിടെ വെച്ച് സ്റ്റാലിനുമായിട്ട് വലിയൊരു ചർച്ച തന്നെ നടത്തുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ചതിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല, വിവാഹത്തിന് ശേഷം ഒരു ചതിയും പ്രവർത്തിച്ചിട്ടില്ല. ഇത് വിവാഹത്തിന് മുൻപുള്ള, ഒന്നിക്കാൻ പറ്റാതെ പോയ എൻ്റെ പ്രണയത്തിലുള്ള എൻ്റെ മകളാണ്. അവളൊരു പാവമാണ്, ഒരു അനാഥയെപ്പോലെ ജീവിക്കുകയായിരുന്നു. അതെല്ലാം കേട്ടതിന് ശേഷമാണ് അവളെ ഞാൻ കൊണ്ടുവന്നത്. അവൾക്ക് സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. നീ അവൾക്കൊരു അമ്മയായി നിന്ന് അവളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് സ്നേഹിക്കുക. ഇപ്പോഴെങ്കിലും നീ റീത്തയുടെ വാക്കുപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്ക് എന്ന് പറഞ്ഞ് നാവെടുക്കാതെ അലീന വരികയാണ്. ഒടുവിൽ അലീനയെ റീത്തയുടെ നോക്കി, അതായത് റീത്ത അവിടെ നിൽക്കെ അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാലിനോട് പറയുന്നുണ്ട്, ഇവളും എനിക്ക് മോളെ പോലെയാണെന്ന്. ഇതേ സമയം സ്റ്റാലിന് സന്തോഷമാകുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും.